നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാഹു കേതുക്കൾ രാശി മാറുകയാണ്. 2025 മെയ് മാസം 18 വൈകിട്ട് 7:35 രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും രാശി മാറുകയാണ്. രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം ഉണ്ടാകുന്ന ഫലങ്ങളെയും മാർച്ച് മാസത്തിലെ ശനിയുടെ രാശിമാറ്റവും മെയ് 15 വ്യാഴത്തിന്റെ രാശിമാറ്റവും കൂടി ചിന്തിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം എന്തെല്ലാം കാര്യങ്ങള് എങ്ങനെയായിരിക്കും വരാൻ പോകുന്ന ഒരു വർഷക്കാലം എന്ന് പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറയുന്നത്. ശനിയെയും വ്യാഴത്തെയും പോലെ കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. എന്നാൽ ഫലദാന വിഷയത്തിൽ അത്രയൊന്നും പ്രാധാന്യം രാഹുകേതുക്കൾക്ക് പല ആചാര്യന്മാരും കൽപ്പിച്ചിട്ടുമില്ല. എന്നിരുന്നാലും പലപ്പോഴും രാഹുകേതുക്കളുടെ ഫലവും ഗോചരഭാവത്തിൽ പ്രത്യക്ഷമായി അനുഭവത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക. പൊതുവെ വ്യാഴം നന്നായാൽ എല്ലാം നന്നായി എന്നാണ്. ഓരോ രാശിക്കൂറുകാർക്കും രാഹുകേതുക്കളുടെ ഫലങ്ങളെ കൂടാതെ വ്യാഴത്തിന്റെയും ശനിയുടെയും ഗ്രഹസ്ഥിതിയും കൂടി ചിന്തിച്ച് നമുക്ക് ഒരു നിഗമനത്തിലെത്താം. വിപരീത ഫലങ്ങൾ പറയുന്നവർക്ക് ഒരിക്കലും വിപരീത ഫലങ്ങൾ മാത്രമല്ല ലഭിക്കുക, കൂടുതലായിട്ട് നല്ല ഫലങ്ങളെയും മറ്റ് ദോഷങ്ങൾ പറയുന്ന വിഭാഗത്തിൽ ഒഴിച്ചുള്ള മറ്റു കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങളും ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുക. കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. ആ ഒരു മനോഭാവത്തോടു കൂടി മാത്രം ഈ വീഡിയോയെ കാണുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പല ചാനലുകളിലും കണ്ടകശനി, ഏഴരശനി കൂടാതെ വ്യാഴം പ്രതികൂലത്തിൽ നിൽക്കുന്ന എല്ലാം കൂടി മോശമായിട്ടുള്ള ചില നക്ഷത്രക്കാരെ, ചില രാശിക്കാർക്ക് പോലും കോടീശ്വര യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കോടീശ്വര യോഗം എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരിലേക്ക് അത് ആകർഷിക്കും എന്നതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ തെറ്റാണ്. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാതെ വയ്യ. അതേസമയം ദോഷങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരാളുടെ ജീവിതത്തിലും ദോഷങ്ങൾ മാത്രമായിരിക്കില്ല ലഭിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രയോജനം കൂടി ലഭിക്കുന്നതാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ രാശിമാറ്റവും അതിനോടനുബന്ധിച്ച് വ്യാഴത്തിന്റെയും ശനിയുടെയും രാശിസ്ഥിതിയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പൊതുഫലത്തെയും പറയാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. രാഹുകേതുക്കളുടെ ഫലങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 7ാം ഭാവത്തിലേക്കാണ്, കേതുവാകട്ടെ ജന്മരാശിയിലേക്കും. 7ലെ രാഹു ധനനാശം, സുഹൃതനാശം, മാനഹാനി, യാത്രാക്ലേശം എന്നിവ നൽകുന്നു. അതേപോലെ തന്നെ ജന്മത്തിലെ കേതുവാകട്ടെ കാര്യവിഘ്നം, ശത്രുപീഡ, രോഗാരിഷ്ടത എന്നിവയും നൽകുന്നുണ്ട്. ദോഷ തീവ്രതയൊക്കെ കുറയ്ക്കുവാൻ സർപ്പദൈവങ്ങളെയും മഹാഗണപതിയെയും ദുർഗാദേവിയെയുമാണ് ചിങ്ങക്കൂറുകാർ പ്രാർത്ഥിക്കേണ്ടത്. പൗർണമി വ്രതം നോക്കുന്നതും ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. കൂടാതെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും അനുകൂല ഫലങ്ങളെ നൽകും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹുകേതുക്കൾ പ്രതികൂലമാണ്. ശനി ആകട്ടെ സമ്മിശ്ര ഫലങ്ങളെ നൽകുന്നതുമാണ്. എന്നാൽ വ്യാഴം 11ലാണ്. വളരെയേറെ ഗംഭീര അനുകൂല ഫലങ്ങളെ വ്യാഴം നൽകുന്നതാണ്. 11ലെ വ്യാഴം സർവ സൗഭാഗ്യവും നൽകുമെന്നാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് സ്വജീവിതത്തിലും സന്താനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും പങ്കാളിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുന്നതാണ്. ചിങ്ങക്കൂറുകാർ അതുകൊണ്ട് തന്നെ പ്രയോജനപ്പെടുത്തേണ്ട ഒരു വർഷമാണ് എന്ന് തന്നെ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റ് രാശിക്കൂറുകാരുടെ ഫലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.